പതഞ്ജലി യോഗ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാന മന്ദിരം പൈതൃക് ഭവന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു. മൂവാറ്റുപുഴ മാറാടിയിലാണ് പുതിയ കേന്ദ്രം പണികഴിപ്പിച്ചത്. ഭാരതത്തിന്റെ പൈതൃകത്തിൽ നിന്നും കേരളം അകന്നുപോകുന്ന പരിതസ്ഥിതി ശക്തിപ്പെടുന്നതായി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സീമ ജാഗരൺ മഞ്ച് സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഭാരതത്തിന്റെ ചെറു രൂപം കേരളത്തിൽ കാണാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതത്തിന് ലോകത്തിനായി നൽകേണ്ട ഒരു പൈതൃകമുണ്ട്. അതിൽ നിന്നും കേരളത്തിന് ഒഴിഞ്ഞു പോകാനാകില്ല. എന്നാൽ ഈയിടെയായി ഇത്തരം പരിതസ്ഥിതി ശക്തിപ്പെടുന്നതായി സീമാ ജാഗരൺ മഞ്ച് സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. ഈശ്വരേച്ഛ കരുണയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നത് മനുഷ്യരാണ്. അത്തരം പ്രവൃത്തിയാണ് പതഞ്ജലി യോഗ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലൂടെ നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ കാലമായി ഭാരതത്തിന്റെ ആധ്യാത്മിക പൈതൃകത്തിൽ നിന്ന് പതുക്കെ നടന്നു നീങ്ങുന്ന ഒരു സാമൂഹ്യ പരിതസ്ഥിതി, അകന്നുപോകുന്ന പരിതസ്ഥിതി കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതിനെ തടയുവാനും ഭാരതീയ പൈതൃകത്തോട് കേരളത്തിലെ ജനസമൂഹത്തെ ചേർത്ത് നിർത്തുവാനുമുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഭാരതീയ പൈതൃകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു ശാഖയെ, ജീവസുറ്റ ഒരു ശാഖയെ, പ്രത്യക്ഷമായി മനുഷ്യൻ അനുഷ്ഠിക്കാവുന്ന അനുഭവിക്കാവുന്ന ഒരു ശാഖയെ തിരഞ്ഞെടുത്ത് അതിന്റെ കേന്ദ്രമായി ഈ കേന്ദ്രം പ്രവർത്തിക്കാനിടയായി. ആരോഗ്യരംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ നഷ്ടമാകുന്നതായി ചടങ്ങിലെ മുഖ്യാതിഥി സാഹിത്യകാരൻ ബാബുരാജ് കളമ്പൂർ പറഞ്ഞു. എല്ലാ രംഗങ്ങളിലും വൈദേശിക രീതികൾ പിന്തുടരുന്നതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാ ശാസ്ത്ര രംഗങ്ങളിലും സാഹിത്യ അല്ലെങ്കിൽ കലാരംഗങ്ങളിലും ഒക്കെ നാം കൈവരിച്ച നേട്ടങ്ങൾ പാടെ തമസ്കരിച്ചുകൊണ്ട് ഒരു പുതിയ വൈദേശിക സംസ്കൃതിയെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് അതിൻ്റെ പരിണത ഫലങ്ങൾ പതുക്കെ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് ഈ യോഗ പോലെയുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ ജീവിത ശൈലി രൂപപ്പെടുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നാം രൂപീകരിക്കേണ്ടത്. ശരിക്കൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത ഒരു തലമുറയെ നാം രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗൃഹപ്രവേശന ചടങ്ങ് ആരോഗ്യഭാരതി അഖില ഭാരതീയ കാര്യദർശി ഡോക്ടർ മഞ്ജുനാഥ് ജി മൈസൂർ ഉദ്ഘാടനം ചെയ്തു. യോഗ പൈതൃകം ചീഫ് എഡിറ്റർ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. RSS എറണാകുളം വിഭാഗ് സംഘചാലക് ആമേട വാസുദേവൻ നമ്പൂതിരി മാർഗദർശനം നൽകി. മൂവാറ്റുപുഴ മാറാടിയിൽ ഇരിക്കാരിക്കൽ സർപ്പയോഗീശ്വര ക്ഷേത്രത്തിന് സമീപമാണ് പൈതൃക് ഭവൻ സ്ഥിതി ചെയ്യുന്നത്. 1.5 ഏക്കറിൽ 6000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് പതഞ്ജലി യോഗ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാന മന്ദിരം. പത്മവിഭൂഷൺ സ്വർഗീയ പരമേശ്വർജിയാൽ ആരംഭിക്കപ്പെട്ട ഈ ഒരു പ്രസ്ഥാനം ഗൃഹേ ഗൃഹേ യോഗ, ഗ്രാമത്തിൽ യോഗയുടെ ആ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ കേരളത്തിലുടനീളം ക്ഷമതയുള്ളതാക്കുകയും ലക്ഷക്കണക്കിന് വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും വിമുക്തമാകാനുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് മരുന്നും ഗുളികയും ആജീവനാന്തം കഴിക്കുന്നതിൽ നിന്നും മാറി ജീവിതശൈലി മാറിക്കൊണ്ട് യോഗയിലൂടെ സ്വാസ്ഥ്യം നേടുക എന്നൊരു മഹത്തായ ലക്ഷ്യമാണ് പൈതൃക് ഉദ്ദേശിക്കുന്നത്. സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ടും അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരത്തോടു കൂടിയും വിവിധ തരത്തിലുള്ള യോഗ പരിശീലനങ്ങൾ നടത്തുന്നു. ഒരു ദിവസത്തെയും 2 ദിവസത്തെയും ഒരാഴ്ചത്തെയും 4 ആഴ്ചത്തെയും നീണ്ടു നിൽക്കുന്ന യോഗ പരിശീലന കോഴ്സുകൾ ഇവിടെ സജീവമാക്കാനായിട്ടാണ് നമ്മൾ ഈ സെന്റർ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. യോഗ പരിശീലനത്തിനും ഗവേഷണത്തിനുമായാണ് ആസ്ഥാന മന്ദിരം. കഴിഞ്ഞ 26 വർഷത്തിനിടെ 3500 പേർ ഇവിടെ നിന്നും പരിശീലനം നേടിയിട്ടുണ്ട്. പുതിയ കേന്ദ്രത്തിൽ യോഗ ഗവേഷണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ജനം, കൊച്ചി.